തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായ ജയലളിതയുടെ സ്വത്തുവകകൾ നമുക്ക് ഒരു കാലത്ത് വലിയ ചർച്ചയായതാണ്. നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞതാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, രാജ്യത്ത് മുഴുവൻ അത് വലിയ ചർച്ചയായതാണ്. കിലോ കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ ഇവർ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടെന്നും പിന്നെ എന്തു പറയാം, ജോഡി കണക്കിന്, അതായത് ഒരു മുറിയിലിട്ട് പൂട്ടാൻ കണക്കിനുള്ള ചെരുപ്പുകൾ അവർ സമ്പാദിച്ചു വെച്ചിരുന്നുവെന്നും ഒക്കെയുള്ള വാർത്തകൾ നിറഞ്ഞതാണ്. പക്ഷേ ആ സംഗതികളെല്ലാം ശരിയായിരുന്നോ? ഇവരുടെ സ്വത്തുവകകൾ എന്തൊക്കെയാണ്? ഇവർക്ക് ഉണ്ടായിരുന്ന ഈ കിലോ കണക്കിന് സ്വർണം ആഭരണങ്ങൾ ഇവർക്കുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും CBI ഈ അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ CBI നടത്തിയപ്പോൾ CBIയിലെ ബാംഗ്ലൂരിലെ CBI കോടതിയിൽ ഇതെല്ലാം സമർപ്പിക്കുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോഴതെല്ലാം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് അറിയുന്നത്. അങ്ങനെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ ജയലളിതയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്ത് ബാംഗ്ലൂരിലെ CBI പ്രത്യേക കോടതി തമിഴ്നാടിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വളരെ അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ CBI തമിഴ്നാട് സർക്കാരിന്, ഇപ്പോൾ ഭരിക്കുന്ന DMK സർക്കാരിന് കൈമാറും. കാരണം അന്ന് DMK ആണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം ആരോപണവുമായിട്ട് രംഗത്ത് വന്നതും പരാതികൾ നൽകിയതും ഒക്കെ. ഇപ്പോൾ അവർക്ക് തന്നെ അവർ ആരോപിച്ച കാര്യങ്ങളും ശരിയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ടി വന്നിരിക്കുന്നു. 27 കിലോ സ്വർണ്ണാഭരണങ്ങളാണ് ജയലളിതയുടെ താമസ കേന്ദ്രങ്ങളിൽ നിന്നും അന്ന് പിടിച്ചെടുത്തത്. എന്നാൽ പിടിച്ചെടുക്കാത്തതും അന്വേഷണത്തിൽ കിട്ടാത്തതുമായ സ്വർണ്ണാഭരണങ്ങൾ വേറെ, അത് തോഴിയും മറ്റുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് വേറെ കാര്യം. എന്തായാലും 27 കിലോ സ്വർണ്ണാഭരണങ്ങൾ ജയലളിതയുടേതായിട്ട് CBI കണ്ടെടുത്തിരുന്നു. മാത്രമല്ല വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അതിനേക്കാളും വലിയ വജ്രങ്ങൾ, വലിയ വിലപിടിപ്പുള്ള വജ്രങ്ങളും ഈ CBI കണ്ടെടുത്തിരുന്നു. അതുപോലെ തന്നെ 11,344 സാരികൾ, 11,344 സാരികൾ, 250 ഷാൾ. കാരണം അവരെപ്പോഴും ഷാള് പുതച്ച് നടന്നവരാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജയലളിതയെ നമ്മൾ നേരെ ചെവ്വേ കണ്ടിട്ടില്ല. അവരെപ്പോഴും ഷാള് പുതച്ചാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ വിലകളിലുള്ള അവർ ഷാളെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മൂടുന്ന ഷാളല്ല കേട്ടോ. 10,000 രൂപ വിലയുള്ളതാണ് അവർ മൂടുന്ന ഷാള്. അങ്ങനെയുള്ള 250 ഷാളുകൾ CBI കണ്ടെടുത്തിരുന്നു. 750 ജോഡി ചെരുപ്പുകൾ ഇവരുടെ താമസ കേന്ദ്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ വരുന്ന 14, 15 തീയതികളിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധികൾ കോടതിയിൽ വന്ന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് കൈമാറുമെന്നുമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ ജയലളിതയുടെ അന്ന് അത്രയൊക്കെ ഇല്ല, ഇത് വാർത്തകൾ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ്, ഇത്രയൊന്നും വലിയ ആഭരണങ്ങളോ സാരികളോ അവർക്കില്ല എന്നൊക്കെയാണ് അന്ന് വാർത്തകൾ. പക്ഷെ എന്നാൽ അതിനേക്കാളും ഉണ്ടെന്നും ഇപ്പോൾ വന്ന ഈ CBI പറയുന്ന കണക്കിനേക്കാൾ അധികം കണക്കുകളാണ് അന്ന് വാർത്തകൾ നിറഞ്ഞത്. എന്തായാലും 1996 ചെന്നൈ പോയസ് ഗാർഡനിലെ വസതി റെയ്ഡ് ചെയ്താണ് ഇവ പിടിച്ചെടുത്തത്. അന്ന് അവരുടെ ഈ പോയസ് ഗാർഡൻ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ താമസ കേന്ദ്രം. അവിടെ റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇത്തരം സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഇവ ഈ സ്വത്തുകൾ അവകാശമുണ്ടെന്ന ജയലളിതയുടെ സഹോദരൻ്റെ മകളായ ദീപ ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു. അങ്ങനെ ദീപയ്ക്ക് കോടതിയിൽ ഇങ്ങനെ വാദിച്ചുകൊണ്ട് കോടതിയിൽ രംഗത്ത് വന്നിരുന്നു. ദീപ, എനിക്കാണ് അതിനെല്ലാം അവകാശം, അതുകൊണ്ട് എൻ്റെ സഹോദരിയുടെ അല്ലെങ്കിൽ ജയലളിതയുടെ സഹോദരിയുടെ മകളാണ് ഞാൻ, അത് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയുടെ മാതൃ സഹോദരിയുടെ സ്വത്തുക്കൾക്ക് ഞാനാണ് അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് ദീപ രംഗത്ത് വന്നു. പക്ഷേ കോടതി ആ വാദമെല്ലാം തള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ കോടതി തള്ളിയതിനെ തുടർന്ന് അനധികൃത സ്വത്ത് കേസിന്റെ വിചാരണ ബാംഗ്ലൂരിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റിയതോടെയാണ് തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്ത സ്വത്ത് കർണാടക സർക്കാരിൻ്റെ കസ്റ്റഡിയിലായത്. അങ്ങനെയാണ് ബാംഗ്ലൂരിലെ CBIയുടെ കസ്റ്റഡിയിൽ ഈ സ്വർണ്ണങ്ങൾ, ഈ പറഞ്ഞ സ്വർണ്ണമൊക്കെ എത്തിയത്. ഇനി നമുക്ക് ജയലളിതയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തോഴിയായിരുന്നു നമുക്കറിയാം ശശികല കഴിഞ്ഞ വർഷം ഈ ജനുവരിയിലാണെന്ന് തോന്നുന്നു, ജനുവരി മാസത്തിലെ അവസാനം ആണെന്ന് തോന്നുന്നു, ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ഈ സ്വന്തം കൂട്ടുകാരിയുടെ ശശികല ഒരു സ്മൃതി മണ്ഡപം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവർ തോഴിയായ ശശികല ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു. ആ ജയലളിതയുടെ വേനൽക്കാല വസതിയായിരുന്ന
കോടനാട് എസ്റ്റേറ്റിലാണ് ഇത് അവരൊരു സ്ത്രീ മണ്ഡപം, അവരുടെ പ്രതിമയൊക്കെ സ്ഥാപിച്ചൊരു സ്ത്രീ മണ്ഡപം ഉണ്ടാകാൻ തീരുമാനിച്ചു. അതിനായുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് ഉടൻ തന്നെ, അതായത് ഒരു മാസങ്ങൾക്കകം തന്നെ, ഒരു 5-6 മാസത്തിനകം തന്നെ അത് തുറന്ന് പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് പിന്നീട് തുറന്ന് പ്രവർത്തിച്ചായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ തുറന്നിട്ടുണ്ടോ എന്നറിയില്ല. അത്തരം കാര്യങ്ങളൊന്നും പിന്നീട് വാർത്തകളിൽ നിറഞ്ഞതും കണ്ടില്ല. എന്തായാലും ഇതോടൊപ്പം തന്നെ ഇവരുടെ മരണം, ജയലളിതയുടെ മരണവും വളരെ ദുരൂഹതയാണെന്നും അതിനകത്ത് സാധാരണ മരണമല്ലെന്നും അതിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ അന്നത്തെ ഗവൺമെൻറ് കാലത്ത് അന്ന് വളരെയധികം അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെ അന്ന് ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ജസ്റ്റിസ് അർമുഖം സ്വാമി അധ്യക്ഷനായുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെയാണ് അന്ന് വച്ചത്. അവർ കമ്മീഷൻ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് 2022 സമർപ്പിക്കുകയും ചെയ്തു. 2014 ഡിസംബർ 5-നാണ് ഈ ജയലളിത മരിച്ചത്. 5 രാത്രി 11:30-ക്കാണ് ജയലളിത മരിച്ചതായിട്ട് അന്ന് അപ്പോളോയിലെ ആശുപത്രിയിലായിരുന്നു കിടന്നത്. ആ ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ അവരെ സ്ഥിരീകരിച്ച് പുറത്തു പറഞ്ഞത് 2016 ഡിസംബർ 5-ന് രാത്രി 11:30-ക്ക് മരിച്ചു എന്നാണ്. പക്ഷേ എന്നാൽ ഈ അറുമുഖൻ കമ്മീഷൻ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഈ 2022 ഡിസംബർ 4-ന് വൈകുന്നേരം 3-നും 3:50 ഇടയ്ക്ക് ആണ് ഇവർ മരിച്ചതെന്ന് വന്നാൽ അപ്പോളോ ആശുപത്രി പിറ്റേ ദിവസം ഡിസംബർ 5-ന് പുലർച്ചെ ആയതിനു ശേഷം 9:30 മണിയായിട്ടാണ് മരിച്ചത് എന്നതാണ് അവർ വെളിപ്പെടുത്തിയത്. പക്ഷേ അതല്ല എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ സമയത്താണ് നമുക്ക് ഈ ആഭരണങ്ങളും തിരിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു യുഗം, ഏകദേശം ഒരു യുഗം, നമ്മുടെ ജയലളിതയുടെ യുഗം തമിഴ്നാട്ടിൽ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.